നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ത്യക്ക് നഷ്ടമുണ്ടായി എന്നുള്ളതല്ല, പകരം നമുക്കുണ്ടായ തന്ത്രപ്രധാനമായ പിഴവുകൾ തിരുത്തി അതിശക്തമായി ഒട്ടും തന്നെ വൈകാതെ തിരിച്ചടിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ഏറെ നാളായി വിവാദമായി ഉയർന്നു കേട്ട ആ ഒരു വിഷയത്തിന് വളരെ വ്യക്തമായൊരു മറുപടി നൽകി, കുറിക്കുകൊള്ളുന്ന ഉത്തരങ്ങൾ നൽകി മുന്നോട്ട് പോകുന്നു സംയുക്ത സേനാ മേധാവി. ഇന്ത്യൻ പോർമുന തകർന്നു. എന്തുകൊണ്ട് തകർന്നു? എന്താണതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്? ഓപ്പറേഷൻ സിന്ദൂറിനിടയിൽ ഇന്ത്യക്ക് പോർമുന നഷ്ടമായെന്നോ പോർമുനയ്ക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചോ എന്നുള്ള രീതിയിലുള്ള സൂചന സംയുക്ത സേനാ മേധാവി അനിൽ ചൗഹാൻ നൽകുകയാണ്. നഷ്ടമെന്ത് എന്നുള്ള കണക്കല്ല എടുക്കേണ്ടത്, പകരം എന്ത് നാം നേടി എന്നുള്ളതാണ്. ഒരു യുദ്ധമാകുമ്പോൾ, ഒരു ഏറ്റുമുട്ടലാകുമ്പോൾ ഇതൊക്കെ തന്നെ ഇരു കൂട്ടർക്കും സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. എന്നാൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഒരിക്കലും തുടച്ചു മാറ്റാൻ കഴിയാത്ത രീതിയിലുള്ള കനത്ത പ്രഹരം ഇന്ത്യക്ക് ഏൽപ്പിക്കാനായി സാധിച്ചു. അവിടെ 100 പേർ മരിച്ചു വീഴുമ്പോൾ ഇവിടെ ഒരാളെങ്കിലും കൊല്ലപ്പെടും. അതുതന്നെയാണ് ശരിയായ വസ്തുത. അങ്ങനെ തന്നെ ആയിരിക്കും ഒരു യുദ്ധത്തിൽ സംഭവിക്കുന്നത്. ഇരു കൂട്ടർക്കും നഷ്ടം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ആത്യന്തികമായ വിജയമെന്ത്, ന്യായമെന്ത് എന്നുള്ളതാണ് അതിൽ പരിശോധിക്കേണ്ടത്. ഇന്ത്യക്ക് ആദ്യം ചെറിയ തോതിൽ തിരിച്ചടി നേരിടുന്നുവെന്ന് മനസ്സിലായപ്പോൾ ഇന്ത്യ യുദ്ധതന്ത്രം മാറ്റി അതിശക്തമായി തന്നെ പിന്നീട് തിരിച്ചടിച്ചു. രാജ്യാന്തര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെയാണ് വളരെ വ്യക്തമായ, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. എന്നാൽ അതിൽ കൂടുതൽ വിവരങ്ങളോ കൃത്യമായ കണക്കിലേക്കോ ഒന്നും തന്നെ അദ്ദേഹം പോയിട്ടില്ല. 4 ദിവസം നീണ്ട സംഘർഷം ഒരിക്കൽ പോലും ആണവ യുദ്ധത്തിൻ്റെ വക്കിൽ എത്തിയിട്ടില്ല എന്നുകൂടി അദ്ദേഹം ഉറപ്പ് പറയുകയാണ്. സിംഗപ്പൂരിൽ വെച്ച് ബ്ലൂംബർഗ് ടിവിക്ക് നൽകിയ അഭിമുഖത്തിലൂടെയാണ് അദ്ദേഹം അക്കാര്യം തുറന്നടിച്ചത്. ഇന്ത്യയുടെ 6 യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നുള്ള അവകാശവാദമായിരുന്നു പാകിസ്ഥാൻ ആദ്യം ഉയർത്തിയത്. അതിനെ പൂർണ്ണമായും തന്നെ ഇന്ത്യ നിരാകരിക്കുന്നു. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. വിമാനം വീണു എന്നതല്ല, എന്തുകൊണ്ടാണ് വീണത് എന്നതാണ് പ്രധാനം. പിന്നീട് ഞങ്ങൾ യുദ്ധതന്ത്രത്തിലെ പിഴവുകൾ തിരിച്ചറിഞ്ഞു, അത് പരിഹരിച്ചു. വളരെ വേഗത്തിൽ മെയ് 7, 8, 10 തീയതികളിൽ പാകിസ്ഥാനിലെ വ്യോമതാവളങ്ങളിലടക്കം കനത്ത പ്രഹരമേൽപ്പിച്ചു. അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്തു. പോർമുനം വീണതിനെക്കുറിച്ചല്ല, അതെന്തുകൊണ്ട് വീണു എന്നതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. എണ്ണത്തിലല്ല കാര്യം. സംഘർഷത്തിൽ 6 ഇന്ത്യൻ പോർമുനകൾ തകർന്നു എന്ന വാദം തീർത്തും തെറ്റാണെന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയുന്നുവെന്നാണ് അനിൽ ചൗഹാൻ ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ത്യ പാക് സംഘർഷത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് സേനാ നഷ്ടത്തെക്കുറിച്ച് സംയുക്ത സൈനിക മേധാവി ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത്. ഇനി ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് നിങ്ങൾ ചോദിച്ചാൽ, തന്ത്രപ്രധാനമായ തെറ്റുകൾ മനസ്സിലാക്കി അതിനുചിതമായ പരിഹാരം കണ്ട് തിരുത്താൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. മാത്രവുമല്ല, 2 ദിവസത്തിന് ശേഷം ദീർഘദൂരം ലക്ഷ്യമിട്ട് എല്ലാ ജെറ്റുകളും വീണ്ടും പറത്താനായി സാധിച്ചു. ഇതും ഒരു ഉപയോഗമായി തന്നെയാണ് സൈനിക മേധാവി പറയുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുണ്ടായ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും ഇന്ത്യക്ക് ആണവായുധങ്ങൾ പ്രയോഗിക്കണമെന്ന ആലോചന പോലും ഉണ്ടായിരുന്നില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഇടപെടൽ ഇതുതന്നെയാണ് വിവാദമായി അന്നു മുതൽ ഇന്ന് വരെയും ഉണ്ടായിട്ടുള്ളത്. അതിനെ പൂർണ്ണമായും തള്ളിക്കളയുന്നു അനിൽ ചൗഹാൻ. ട്രംപിൻ്റെ ഇടപെടലാണ് ആണവയുദ്ധം ഒഴിവാക്കാൻ കാരണമെന്നുള്ള വാദം അത് ഒട്ടും തന്നെ ശരിയല്ലെന്നും പറയുന്നു. ഇരു രാജ്യങ്ങളും ആണവയുദ്ധത്തിൽ നിന്നും ഏറെ അകലെയായിരുന്നു. അവകാശവാദങ്ങളും ഭീഷണികളും ഒക്കെ തന്നെ ഉയർന്നു കേട്ടിരുന്നു. പക്ഷേ ആണവായുധങ്ങളുള്ള 2 അയൽ രാജ്യങ്ങൾ തമ്മിൽ അരനൂറ്റാണ്ടിനിടയിലുണ്ടായ ഏറ്റവും മോശകരമായ ഒരു ഏറ്റുമുട്ടലായി തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂറിനും അതുപോലെ തന്നെ പഹൽഗാമിന് ശേഷമുണ്ടായ സംഭവത്തെയും നോക്കിക്കാണേണ്ടത്. ചൈനയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നുമൊക്കെ തന്നെ പാകിസ്ഥാൻ ഇറക്കുമതി ചെയ്ത ആയുധങ്ങൾ അതൊന്നും തന്നെ ഫലം കണ്ടില്ല എന്ന കാര്യം അദ്ദേഹം തറപ്പിച്ചു പറയുന്നു. പോരാട്ടത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ എയർ മാർഷൽ AK ഭാരതിയും വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയുടെ 6 വിമാനങ്ങൾ തങ്ങൾ തകർത്തുവെന്നാണ് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് വാദമുന്നയിച്ചത്. പക്ഷേ ഇത് സംയുക്ത സൈനിക മേധാവി പൂർണ്ണമായും തള്ളിക്കളയുന്നുണ്ട്. ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടോ എന്നതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നതിൽ നിന്നും കേന്ദ്ര സർക്കാർ വിട്ടു നിൽക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ ഇക്കാര്യം സംയുക്ത സൈനിക മേധാവി വിശദീകരിക്കുകയും ചെയ്യുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവന പുറത്തു വന്നതിന് പിറകെ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിൽ അവലോകന സമിതി രൂപീകരിക്കുമോ എന്ന ചോദ്യമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. ജയറാം രമേശാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. കാർഗിൽ യുദ്ധത്തിന് ശേഷം അന്നത്തെ വാജ്പേയി സർക്കാർ കാർഗിൽ അവലോകന സമിതി രൂപീകരിച്ചെന്നും ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് സമാനമായ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നതെന്നുമാണ് പറയുന്നത്. ഏപ്രിൽ 22-ാം തീയതിയായിരുന്നു ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ബൈസരൻ വാലിയിൽ 26 സാധാരണ ജനങ്ങളെ, യാത്രക്കാരെ കൊന്നൊടുക്കിയ അതിക്രൂരമായ ഭീകരാക്രമണമുണ്ടായത്. അതിനുശേഷം ശക്തമായ തിരിച്ചടി ഇന്ത്യ പാകിസ്ഥാന് നൽകി. ഭീകരവാദികളുടെ കേന്ദ്രങ്ങളിൽ ചെന്ന് ഇന്ത്യൻ സേന
അതിഭീകരമായി അടിച്ചു. നിരവധി ഭീകരർ അതിൽ കൊല്ലപ്പെട്ടു. പഹൽഗാമിലെ ബൈസരൻ വാലിയിൽ പൈൻ മരക്കാടുകൾക്കിടയിൽ നിന്നും ഒളിച്ചിരുന്ന ഭീകരർ പൊടുന്നനെയായിരുന്നു ഇറങ്ങിവന്ന് വിനോദസഞ്ചാരികൾക്ക് നേരെ വെടിയുതിർത്തത്. ഇതിനു പിറകെ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങളെ ഇന്ത്യ നോട്ടമിട്ടു, അതിശക്തമായി തിരിച്ചടിച്ചു. ഇന്ത്യൻ അതിർത്തിയിലെ ജനവാസ മേഖലകളെയാണ് ഇതിന് മറുപടി എന്നോണം പാകിസ്ഥാൻ ഷെല്ലാക്രമണങ്ങളും ഡ്രോൺ ആക്രമണവും മിസൈൽ ആക്രമണവും ഒക്കെ തന്നെ നടത്തിയത്. എന്നാൽ ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനം ഈ ആക്രമണങ്ങളെ ശക്തമായി ചെറുത്തു, അതിനെയൊക്കെ തന്നെ വിഫലമാക്കി. ഇതിനു പിറകെ പാകിസ്ഥാന്റെ വ്യോമ കേന്ദ്രങ്ങളെ ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തി തകർത്തിരുന്നു. പഹൽഗാം ആക്രമണത്തിന് മറുപടി നൽകുന്നതിൻ്റെ ഭാഗമായി 22 മിനിറ്റ് കൊണ്ട് 9 ഭീകര കേന്ദ്രങ്ങളെ ഇന്ത്യ തകർത്തു. ഇന്ത്യയുടെ കര, നാവിക, വ്യോമസേനകൾ സംയുക്തമായി ചേർന്നുകൊണ്ട് ഈ ആക്രമണം നടത്തി. പാകിസ്ഥാൻ പഞ്ചാബിലെ 5 കേന്ദ്രങ്ങളും പാക് അധിനിവേശ കശ്മീരിലെ 4 കേന്ദ്രങ്ങളും ഉൾപ്പെടെ 9 ഇടങ്ങൾ ഇന്ത്യ നാമാവശേഷമാക്കി. ഈ കേന്ദ്രങ്ങൾ തന്നെ ആക്രമിക്കാൻ ഇന്ത്യക്ക് വ്യക്തമായ കാരണവും ഉണ്ടായിരുന്നു. ഇന്ത്യൻ മണ്ണിൽ നടന്ന പല ഭീകരാക്രമണങ്ങൾക്ക് പിറകിലും പ്രവർത്തിച്ച സംഘടനകളുടെ ഒക്കെ തന്നെ വേരുകൾ ഇവിടങ്ങളിലായിരുന്നു. മെയ് 7 നടപ്പിലാക്കിയ ഓപ്പറേഷൻ സിന്ദൂറിൽ 170ഓളം ഭീകരരെ കൊല്ലപ്പെടുത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞുവെന്നാണ് കരുതുന്നത്. പാകിസ്ഥാനിലെ പ്രധാന ഭീകര കേന്ദ്രമായിട്ടുള്ള ബഹൽപൂർ, അവിടെയാണ് ഏറ്റവും അധികം തിരിച്ചടി ഉണ്ടായത്. സായുധ സേനയുടെ ഈ ചരിത്ര നിമിഷം അടയാളപ്പെടുത്തിയതുപോലും, ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ പറപ്പിച്ചതിനെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ പങ്കുവച്ചതുപോലും, സ്ത്രീകളുടെ സിന്ദൂരം വായിച്ച ഭീകരർക്ക് മറുപടി നൽകാൻ ഇന്ത്യയുടെ കരുത്തരായ സ്ത്രീകളെ തന്നെയാണ് ഇന്ത്യ അണിനിരത്തിയത്. പകരം ചോദിച്ചിരിക്കുന്നുവെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞതുപോലും 2 വനിതാ സൈനിക ഉദ്യോഗസ്ഥന്മാരായിരുന്നു, കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും. ഇന്ത്യയുടെ സായുധ പോരാട്ടത്തിലാകെ 42 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്കുകൂട്ടുന്നത്. ഇന്ത്യക്ക് 7ഓളം ജവാന്മാരെയും നഷ്ടമായി. സ്ത്രീകളുടെ കണ്ണീർ തുടയ്ക്കാൻ സ്ത്രീകളെ തന്നെ കളത്തിലിറക്കിയ അതിഭീകര മറുപടിയായി ഇന്ത്യ ഇത് പാകിസ്ഥാന് നൽകി. മെയ് 10 പിന്നീട് ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തലുണ്ടായത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.